ഹലോ, നമ്മൾ ഫോണിന് ട്രാൻസ്പെറൻറ്റ് കവർ യൂസ് ചെയ്ത് മടുത്തെങ്കിൽ നമുക്ക് ജസ്റ്റ് ചെറിയൊരു നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആർക്കും അവൈലബിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു മേക്ക് ഓവർ നടത്താം കേട്ടോ. നമ്മളൊരു ഫ്ലവർ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. പ്രിൻ്റ് ഔട്ട് എടുക്കും, നിങ്ങൾക്ക് വരച്ചെടുക്കും, എന്താണെന്ന് വെച്ച് ചെയ്യാം. ഒരു ബോയും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള എന്ത് പടം വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമുക്ക് ടെഡി ബിയർ ആണ് ഇഷ്ടമെങ്കിൽ ടെഡി ബിയർ, മിക്കി മൗസ്, അങ്ങനെ ഇഷ്ടമുള്ളത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ ബോയിൽ ജസ്റ്റ് ഇതേപോലെ ക്രയോൺസ് വെച്ചിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലവറിലും ഇതേപോലെ കളർ ചെയ്തെടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊരു കളർ പേപ്പറിൽ കേപ്പബിൾ എന്ന് പറഞ്ഞിട്ട് എഴുതിയത് ഇതേപോലെ ഒന്ന് ജസ്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിക്സ് ചെയ്യാം. സിമ്പിൾ പരിപാടിയാണ്. നമുക്ക് ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും നമുക്ക് ജസ്റ്റ് വെച്ച് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് കഴിവിനനുസരിച്ചോ എവിടെ വേണമെങ്കിലും വെച്ച് നോക്കി ജസ്റ്റ് ഒട്ടിക്കൊന്നും വേണ്ട, വെറുതെ അങ്ങ് വെച്ചാൽ മതി. എന്നിട്ട് കവറും കൂടി ഇട്ട് കഴിഞ്ഞാൽ സെറ്റാണ്. നമ്മുടെ ഒരു മേക്ക് ഓവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളല്ലേ? നമുക്ക് ജസ്റ്റ് ഒരു പേപ്പർ, പേന, ക്രയോൺസ്, ഇത്രയും സാധനങ്ങൾ മതി ഈ ഫസ്റ്റത്തെ മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങൾക്ക് കളർ ചെയ്യണ്ടെങ്കിൽ കളർ ചെയ്യാണ്ട് വെറുതെ വെക്കാം കേട്ടോ, ഇഷ്ടമുള്ള പോലെ വെക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഈ ഫ്ലവർ ആട്ടോ. നമ്മുടെ പാടത്തും പറവിലൊക്കെ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ഫ്ലവർ തന്നെ വേണമെന്നില്ല, ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇഷ്ടമുള്ള നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ പറമ്പിലൊക്കെ വെറുതെ പുല്ലിൽ വളർത്തുന്ന. ഇത് ഞാൻ ജസ്റ്റ് ബുക്കിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കി പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബുക്കിൻ്റെ ഇടയിൽ വെച്ചിട്ട് ചുമ്മാ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിൽ കിട്ടുമേ. ഇനി ഞാൻ ഈ ഒരു മെർമൈഡ് ഫേൺ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുറേ നാളുകളായിട്ട് ബുക്കിൻ്റെ ഇടയിൽ വെച്ച് ട്രൈ ആക്കിയതാണ്. നമുക്ക് ജസ്റ്റ് ഇതേപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ട്. ഇതുപോലെ വെച്ചപ്പോഴത്തേനും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ കവറും കൂടി ഇട്ട് അപ്പോൾ ഒരു വിൻറ്റേജ് ലുക്കില്ലേ, നമ്മുടെ കളർഫുൾ ലുക്കൊക്കെ മാറി വിൻറ്റേജ് ലുക്ക് കിട്ടും. അടുത്തതിന് വേണ്ടിയിട്ട് ഈ ഫ്ലവർ തന്നെ നമ്മൾ വീണ്ടും എടുത്തേക്കുന്നത് കേട്ടോ. സെയിം ഫ്ലവറില്ലേ ഫസ്റ്റ് എടുത്ത ആ സെയിം പുല്ലിൻ്റെ ഫ്ലവർ, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ അതെ യു ആർ കേപ്പബിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് എഴുതിയ കോട്ടില്ലേ ആ ഒരു പേപ്പറും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ഫിക്സ് ചെയ്തു, വെച്ച് നോക്കിയപ്പോഴത്തേനും നല്ല ഭംഗി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം പിന്നെ അതിൻ്റെ പക്കത്ത് കവറിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ മൂന്നാമത്തെ ലുക്കായില്ലേ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്യാപ്ഷൻ എഴുതണമെങ്കിൽ വേറെ എന്തെങ്കിലും ക്യാപ്ഷൻ എഴുതാം. വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ പടം വരച്ച് വെക്കണമെങ്കിൽ പടം വരച്ച് വെക്കാം. സിമ്പിളാണ്. ഇനി അടുത്തൊരു ലുക്കിന് വേണ്ടിയിട്ട് നമ്മുടെ ബൊഗെയിൻവില്ല ഫ്ലവറില്ലേ അത് ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. എനിക്കിത് പിങ്ക് കളറാണ് കിട്ടിയത്. വൈറ്റോ മഞ്ഞയോ അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ടല്ലോ, ഇഷ്ടമുള്ള കളർ എടുക്കാം. പിന്നെ അതേ മെർമൈഡ് ഫൺ പിന്നെ എടുത്തിട്ടുണ്ടേ. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഫിക്സ് ചെയ്തപ്പോഴത്തേക്കും നല്ല രസമുണ്ട്. കുറച്ച് കളർഫുള്ളും കുറച്ച് വിൻറ്റേജ് ലുക്കും കൂടി ആയിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് കവറും കൂടി ഇട്ട് സെറ്റ്. നമ്മുടെ നാലാമത്തെ ലുക്കും സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 മേക്ക് ഓവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫോൺ കവറിന്. അത് നമ്മൾ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റാ. പിന്നെ പറ്റുന്ന പോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഇതിനേക്കാളും വെറൈറ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ചെയ്യാൻ പറ്റും.